യോഹന്നാൻ 12:42 മുതൽ 43 വരെ പറയുന്നു. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഇന്നത്തെ ലോകത്ത് ഈ ഭാഗം എക്കാലത്തേക്കാളും ഉച്ചത്തിൽ സംസാരിക്കുന്നു. പലരും യേശുവിൽ വിശ്വസിക്കുന്നു. അവർക്ക് സത്യമറിയാം, സുവിശേഷം കേട്ടിട്ടുണ്ട്, ആത്മാവിന്റെ വിളി അവർ അനുഭവിക്കുന്നു. പക്ഷേ അവർ അവനെ പരസ്യമായി ഏറ്റുപറയില്ല. എന്തുകൊണ്ട്? യേശുവിന്റെ നാളിലെ അതേ കാരണം, ഭയം. നിരസിക്കപ്പെടുമോ, റദ്ദാക്കപ്പെടുമോ, പരിഹസിക്കപ്പെടുമോ, അല്ലെങ്കിൽ സ്വാധീനം നഷ്ടപ്പെടുമോ എന്ന ഭയം. ജൂത നേതാക്കൾ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് ഭയപ്പെട്ടിരുന്നതുപോലെ ഇന്ന് പലരും സാമൂഹിക വലയങ്ങളിൽ നിന്നും, ജോലി സ്ഥലങ്ങളിൽ നിന്നും, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പുറത്താക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു. അനുരൂപതയെ പ്രതിഫലം നൽകുകയും ധീരമായ ബൈബിൾ ബോധ്യത്തെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ നമുക്ക് കഴിയില്ലെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ അംഗീകാരത്തേക്കാൾ മനുഷ്യന്റെ അംഗീകാരം തേടുന്നത് നിത്യമായതിനേക്കാൾ താൽക്കാലികമായതിനെ തിരഞ്ഞെടുക്കലാണ്. ക്രിസ്തുവിലുള്ള യഥാർത്ഥ വിശ്വാസം പരസ്യമായിരിക്കണം. കാരണം അവൻ തന്നെ പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുൻപിൽ ഞാനും തള്ളിപ്പറയും. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. ദൈവത്തിന്റെ സ്തുതിയേക്കാൾ മനുഷ്യന്റെ സ്തുതിയെ നാം ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നാം മാനസാന്തരപ്പെടുകയും പൗലോസിന്റെ വാക്കുകൾ ഓർമ്മിക്കുകയും വേണം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല.